ഇവിടെ ഗർഡർ ലോഞ്ചിങ് നടന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് കാണാം. ഇതാ ഗർഡർ ലോഞ്ചിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ക്രെയിനാണ് ഇത്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം കൂരിയാടാണ്. കൂരിയാട് റോഡ് തകർന്ന കാഴ്ചകളും വാർത്തകളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അതിന്റെ ശേഷം പാലം വർക്ക് നടക്കുന്നത് അറിയാം. അപ്പൊ ഇവിടെ വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗർഡർ ലോഞ്ചിങ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും പോകാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് തരാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണം. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും നിങ്ങൾ പറയുന്നത്. പകുതി ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള വിശദമായ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഏകദേശം സെന്റർ ഭാഗത്തു നിന്നാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ കാണാം ഗിയർ ക്യാപ്പ് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പില്ലറിന്റെ വർക്കുകൾ ഏകദേശം ഇനി 3 പില്ലറിന്റെ മുകളിൽ മാത്രമാണ് വർക്ക് ചെയ്യാനുള്ളത്. കാണാം, ഇവിടെ ഒരു പില്ലർ കാണാം. ഇതിന് മുകളിലും ഇതിന് തൊട്ടടുത്തുള്ള 2 പില്ലറിലും കൂടെയാണ് വർക്കുകൾ കംപ്ലീറ്റ് ആവാനുള്ളത്. കാണാം, നമുക്ക് കുറച്ചുകൂടെ ഞാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കമ്പി കെട്ടുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. കൂടാതെ ഇതിന്റെ ഇവിടെയും ഈ 2 പില്ലറിലാണ് ഇനി വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനുള്ളത്. ബാക്കി എല്ലാ ഭാഗത്തും പില്ലറിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോറി, അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്, ആ ഭാഗത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. ബാക്കി എല്ലാവിധ ഭാഗത്തും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇപ്പൊ ഗർഡർ ലോഞ്ചിങ് തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്താണ് ഗർഡർ ലോഞ്ചിങ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ വളരെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഏകദേശം ഒരു 6 മാസം ആയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഏകദേശം എത്രത്തോളം പില്ലറിന്റെ മുകളിൽ ഗർഡർ ലോഞ്ചിങ് നടന്നിട്ടുണ്ട് അതൊക്കെ പോയി നോക്കാം. വളരെ വേഗത്തിലായിരുന്നു ഇവിടുത്തെ വർക്കുകള്. ശരിക്കും കമ്പനിക്ക് ഒരു വലിയ പണി കിട്ടിയ ഒരു സ്ഥലമാണ്. വളരെ കൂടുതൽ എമൗണ്ടുകൾ ചെലവായതും ഇവിടെ തന്നെ ആയിരിക്കാം. ഒരു ചെയ്ത വർക്കുകൾ വീണ്ടും ചെയ്യുന്ന പറയണ്ടല്ലോ, അത്രത്തോളം കാശ് ചെലവായ ഒരു വർക്കും കൂടെയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എഞ്ചിനീയർമാരെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വർക്കായിരുന്നു ഇവിടെ. ഈ വയൽ പ്രദേശത്ത് പാടത്ത് കട്ട വെച്ചുള്ള അതിന് ഒരു പണി കിട്ടി എന്ന് പറയാം. അതാണിപ്പോൾ ഈ കാണുന്നത്. അതിന്റെ ശേഷം പാലം വർക്ക് തുടങ്ങി. ഇവിടെ 1, 2, 3 പില്ലറിന്റെ മുകളിൽ ഇവിടെ ഗർഡർ ലോഞ്ചിങ് നടന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് കാണാം. ഇതാ ഗർഡർ ലോഞ്ചിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ക്രെയിനാണ് ഇത്. പെട്ടെന്നായിരുന്നു ഇങ്ങനെയുള്ള ഒരു മാറ്റങ്ങള്. അപ്പൊ തുടക്കത്തിൽ ഗർഡർ ലോഞ്ചിങ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ ഇനി വളരെ വേഗത്തിലായിരിക്കും ഇവിടെയുള്ള വർക്കുകൾ. ഇതിന്റെ മുകളിൽ കമ്പി കെട്ടുന്ന കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ വരുന്ന വർക്കുകൾ തുടങ്ങും. ഇനി വളരെ ഈസി ആയിരിക്കും ഇനിയുള്ള വർക്കുകൾ. ഇനി അധികമൊന്നും സമയമെടുക്കുന്നു തോന്നുന്നില്ല. നമ്മൾ മറ്റ് പ്രദേശത്തൊക്കെ വർക്കുകൾ കണ്ട് നമുക്കറിയാം. ഇങ്ങനെയുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് സമയമെടുക്കുക. ഇനിയുള്ള വർക്കുകൾ വളരെ വേഗത്തിലായിരിക്കും. അവിടെ ആ തോടിന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു പാലം ഉണ്ടായിരുന്നു. ആ പാലമൊക്കെ പൊളിച്ച് അതിന്റെ മുകളിലൂടെ ഈ പാലം ഗർഡർ മുകളിലൂടെ അങ്ങോട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കടന്നു പോകുന്നുണ്ട്. ആ ഭാഗത്തും പുതുതായിട്ട് ഒരു പില്ലർ കൊടുക്കുന്നുണ്ട്. ആ പില്ലറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ള വർക്കുകൾ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ആ ഭാഗത്ത് അവിടെ പില്ലറല്ല കൊടുക്കുന്നത്. അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, അണ്ടർപാസിന്റെ ഭാഗത്ത് ഒരു വാളാണ് കൊടുത്തിട്ടുള്ളത്. വാള് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ പില്ലർ വെക്കുന്ന ഈ ഗർഡർ വെക്കുന്ന രീതിയിലേക്കാണ്, അങ്ങനെ ഒരു ഡിസൈനിലാണ് അവിടെ വരുന്നത്. അപ്പൊ കാണാം, നമുക്കിവിടെ താഴെ ഈ പില്ലറിന് ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതൊക്കെ അഴിച്ച് ഇവിടെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. വർക്കേഴ്സ് ഇതൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിനുപയോഗിക്കുന്ന ക്രെയിനുകൾ കാണാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. വളരെ വേഗത്തിലാണ് ഇവിടെ വർക്ക് കഴിഞ്ഞതെന്ന് പറയാം. വേണമെങ്കിൽ വളരെ വേഗത്തിലും ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ്
പിന്നെ കമ്പനിക്ക് വേറെ കൂടുതൽ സ്ഥലങ്ങളിലൊന്നും വർക്കില്ലാത്തത് കൊണ്ടായിരിക്കാം വളരെ വേഗത്തിലായിരുന്നു ഇവിടെയുള്ള വർക്കുകൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പാലം, ഇവിടെ തോടിന്റെ മുകളിലുള്ള ഒരു പാലാണ്. ഈ പാലം പൊളിച്ച് എടുത്ത് കാണാം. നമുക്ക് ഇനി ഇതൊക്കെ ഫിനിഷിങ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഒരുപാട് വർക്കുകൾ ഇതിന്റെ മുകളിൽ ചെയ്യാനുണ്ട്, ഫിനിഷിങ് വർക്കുകൾ ചെയ്യാനുണ്ട്. ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പില്ലർ വരുന്നുണ്ട്. ഇതാണ് ആ പില്ലറിന്റെ അടുത്തേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ വലിയൊരു പില്ലർ കൊടുക്കേണ്ടി വരും. അത്യാവശ്യം നീളമുണ്ട് ഈ ഭാഗം. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വർക്ക് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഇവിടെ ഒരു പക്ഷേ ഇരുമ്പ് ഗർഡർ ആയിരിക്കാം എന്നാണ് തോന്നുന്നത്. ഇവിടെ കണ്ടില്ല, ഇതാണ് ഇവിടെ വരുന്ന പില്ലറ്. ഈ പില്ലറിലേക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന പില്ലറുമായിട്ട് ബന്ധിപ്പിക്കൽ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ഇനി ഇവിടെ വർക്ക് ചെയ്താൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണാം, നമുക്ക് പഴയ റോഡിന്റെ ഭാഗത്ത് മണ്ണൊക്കെ എടുത്തു പോയ ഒരു ഭാഗം, കട്ട വെച്ചുള്ള മണ്ണ് നിറച്ച ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ്. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ കൂടുതൽ വാഹനങ്ങൾ ഇന്നുണ്ട്. എന്താണെന്നറിയില്ല, വൈകുന്നേരം, രാവിലെയും വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാവുക. ഇവിടെതാണ് പില്ലറിന്റെ വർക്ക് ഇവിടെ വലിയ ഹൈറ്റൊന്നും ഇല്ല തോന്നുന്നു, ചെറിയ ഹൈറ്റാണ് ഉള്ളത്. ഇനി പിയർ ക്യാപ്പിന്റെ വർക്കാണ് നടക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ. കണ്ടില്ല, ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ ക്രെയിനൊക്കെ ഉണ്ട്, ഇറ്റാച്ചികളൊക്കെ വർക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. മുകളിലൊരു ഇറ്റാച്ചി ഉണ്ട്. ഇതാണ് തോട്. അപ്പൊ ഈ തോടിന്റെ നീളങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഇത് കുറച്ച് നീളം കൂടുതലാണ്. ഇതിന്റെ മുകളില് കോൺക്രീറ്റിന്റെ ഗർഡർ വരാൻ പറ്റുമോ അറിയില്ല കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. ഇതിന്റെ നീളം കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഏകദേശം ഇവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ പാലൊക്കെ കഴിഞ്ഞ് ഇതിന്റെ മുകളിലേക്ക് എത്തുമെന്ന് അറിയില്ല. കണ്ടില്ലേ, ഇവിടെ വർക്കേഴ്സ് ഗർഡറിനെ ഉപയോഗിച്ച് ഇതിന്റെ മുകളിലേക്ക് വെച്ചിരുന്ന ഇരുമ്പിന്റെ ഇതൊക്കെ എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ് നമ്മുടെ കൂരിയാട് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാണാം, ഇവിടുന്ന് പില്ലറിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയ ഒരു ഭാഗം ഇവിടെയാണ് ഇങ്ങനെ ഗർഡർ ലോഞ്ചിങ് നടന്നിട്ടുള്ളത്. ഒന്നുകൂടി വിശദമായിട്ട് കാണാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. വലിയൊരു മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ പണി ഇവര് നേരത്തെ ചെയ്യുകയാണെങ്കിൽ ഇത്രയൊരു ടൈമിങ് ഇവിടെ സംഭവിക്കില്ലായിരുന്നു. അതുപോലെ ഇവർക്ക് വലിയൊരു എമൗണ്ട് നഷ്ടമാകുകയില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വലിയൊരു മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ പാടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾക്ക് കടന്നു പോകാനും വെള്ളം ഒഴുക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി വലിയൊരു മാറ്റം തന്നെ ഏകാരം ഇനി ഇത് വന്നു കഴിഞ്ഞാല്. ഇനി മലപ്പുറം ജില്ലന്റെ ഭാഗത്ത് വളരെ കുറഞ്ഞ ഭാഗത്താണ് വർക്കുകൾ ഉള്ളത്. അതായത് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്താണ് മറ്റൊന്നുള്ളത്. ഒന്ന് ഇവിടെ ഈ ഭാഗത്ത്, രണ്ട് ഭാഗത്തും കൂടെ വർക്കുകൾ കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമായിരിക്കും ഇനി നടക്കാനുണ്ടാവുക. അത് സർവീസ് റോഡിന്റെ ഭാഗങ്ങളിലൊക്കെ വരുന്ന ചെറിയ ഫിനിഷിങ് വർക്കുകൾ, പെയിന്റിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് അധികവും ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ പില്ലറുകൾ. കാണാൻ നമുക്ക് ഇങ്ങനെയാണ്. ഇവിടെ വർക്കേഴ്സ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ഷീറ്റുകൾ എടുത്തു മാറ്റുന്നുണ്ട്. അതുപോലെ ഇതുപോലുള്ള സ്റ്റാൻഡുകൾ മുകളിലേക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല വർക്കുകളും ചെയ്യുന്നുണ്ട്. KNRCL കമ്പനീന്റെ ലോറിയിൽ തന്നെയാണ് വെള്ളമൊക്കെ കൊണ്ടുവരുന്നത്. കാണാം, ഇതിന്റെ മുകളിലേക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടില്ലേ, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ ശ്രദ്ധയോടെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്.
ഇനി ഇതിന്റെ മുകളിലൊക്കെ ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ടി ഷേപ്പിലുള്ള വർക്കുകൾ വരാനുണ്ട്. അതുപോലുള്ള ഗർഡർ ലോഞ്ചിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. കൂരിയാട് അണ്ടർപാസിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ജംഗ്ഷന്റെ ഭാഗത്തേക്ക് ഇവിടെ കാണാൻ നമുക്ക് വേറൊരു രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പില്ലറല്ല കൊടുത്തിട്ടുള്ളത്. നമ്മളിതൊക്കെ കാണിച്ചിരുന്നു. ഇതിന്റെ ഉള്ളിൽ മണ്ണൊക്കെ നിറച്ചിട്ടുള്ള ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഇതിന്റെ അവസാന ഭാഗം എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്കുകളാണ് ചെയ്യാനുള്ളത്. ഒന്നുകൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിലാണ് ഇനി ഗർഡർ ലോഞ്ചിങ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതുപോലെ ഒരു രീതിയിലൊരു വാളാണ് നേരത്തെ അവിടെ കൊടുത്തിരുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില്. അപ്പൊ അവിടുന്ന് കുറച്ച് അളവിൽ വ്യത്യാസം വന്നതുകൊണ്ടാണ് കുറച്ച് മുന്നോട്ട് ഇതുപോലുള്ള വാള് നീക്കി വെച്ചിട്ട് അവിടെയാണ് വാളിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അടിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫൗണ്ടേഷനൊക്കെ ചെയ്ത് കുറച്ച് നീക്കി വെച്ചിട്ടാണ് വീണ്ടും അവര് ഫൗണ്ടേഷന്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു 3-4 പില്ലറിന്റെ വർക്കാണ് ഇനി കംപ്ലീറ്റ് ആവാനുള്ളത്. അതിന്റെ വർക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. കൂരിയാട് അപ്പൊ ജംഗ്ഷൻ ആണ്. ഇതിന്റെ ജംഗ്ഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പൊക്കെ വന്നിട്ടുള്ളത്. ബ്ലോക്കുകളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അവിടെ ഒരു വീതി കുറഞ്ഞൊരു ഭാഗമാണ്, സർവീസ് റോഡിന്റെ ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ ഭാഗത്തും വർക്കുകൾ ഒരുപാട് ചെയ്യാനുണ്ട്. റോഡുകൾ കുറെ ഭാഗം തകർന്നു പോയിട്ടുണ്ട്. കുറച്ച് ഇവിടെ ഇനിയൊരു ഫ്രഷ് ബാരിയർ ഒക്കെ ചെയ്യാനുണ്ട്. റോഡും പിന്നെ ഈ പാലത്തിന്റെ വർക്ക് നടക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് ഡിസൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. കണ്ടില്ലേ, ഇവിടുന്ന് പുതിയ കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് എക്സ്ട്രാ ആയിട്ട് ഇവർ എടുത്തിട്ടുള്ളത്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന വാളാണ് ഈ കാണുന്നത്. അണ്ടർപാസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വാളും കൂടെ. ഇവിടെ പുതിയൊരു മാറ്റം കാണാം നമുക്ക്. ഇവിടെ ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കൂടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കട്ട വിരിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നൊരു വൃത്തിയിൽ ചെയ്തിട്ടില്ല. കുറെ പൊങ്ങിയും താഴ്ന്നും ഒക്കെയാണ് കിടക്കുന്നത്. അത് എന്തുകൊണ്ടാ അറിയില്ല. പല ഭാഗത്തും ഇതുപോലെ തന്നെയാണ്. വലിയൊരു ഫിനിഷിംഗ് ഒന്നും തോന്നുന്നില്ല. വർക്ക് അറിയാത്ത ആളുകൾ ചെയ്ത പോലെയാണ്. കണ്ടില്ലേ, താഴ്ന്നു കിടക്കുക, കുറെ ഭാഗത്ത് പൊങ്ങി കിടക്കുക, അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അണ്ടർപാസിന്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച ഇതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഇരുമ്പിന്റെ ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീഡിയോ ഒക്കെ കാണുന്ന ആളുകളോട് പറയാനുള്ള എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ്, ഇത് ഭാഗത്ത് നോ പോസ്റ്റ്, നോ പാർക്കിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ എന്നാലും നമ്മൾ ഇവിടെയൊക്കെ കൊടുത്തതാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത് നമ്മൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയ ഭാഗത്തൊക്കെ കണ്ടു. പെയിന്റ് ചെയ്ത ഭാഗത്തൊക്കെ ഇവര് പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച. കോൺക്രീറ്റ് വാള് കാണാം നമുക്ക്. ഇനി ഉള്ളിൽ മണ്ണ് നിറക്കുന്നുണ്ട്, അതിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ കോൺക്രീറ്റ് വാള് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.